വെൺപൊങ്കൽ തമിഴ്നാട്ടുകാരിയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. അവരെനിക്ക് തോന്നുന്നു ആഴ്ചയിൽ മിനിമം ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കിയിരിക്കും. ഇതാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും ഡിന്നറായും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെച്ച് കേരള. നമുക്ക് ആദ്യം ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1 കപ്പ് തന്നെ ചെറുപയർ പരിപ്പും എടുക്കും. ഇങ്ങനെയാണ് എടുക്കാറ്. പക്ഷെ ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് 1 കപ്പ് പച്ചരി എന്നുള്ളതിന് പകരം 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് കൈമ അരിയും എടുക്കും. ഇതൊരു പ്രത്യേക ഒരു മണം, ഒരു അരോമ തരും നമ്മുടെ ഈ പൊങ്കലിന്. 2 അരി ഒരുമിച്ച് കഴുകി ഒരു പാത്രത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർത്താൽ മതി. രണ്ടും ഒരുമിച്ച് തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി പരിപ്പ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം ഒരു പാത്രം വെച്ചു. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. പരിപ്പ് റോസ്റ്റിംഗ് പാകമാകുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു മണം വരും പരിപ്പിൻ്റെ. കൂടെ അതിൻ്റെ കളറിൽ ഒരു ചെറിയൊരു വ്യത്യാസവും കാണാം. അപ്പം നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വേറൊരു തണിഞ്ഞ പ്ലേറ്റിലേക്ക് ഇടാം. അടുപ്പത്തൊന്ന് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരി കുതിർക്കാൻ വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു 5 മിനിറ്റ് അതും കുതിരട്ടെ. 10 മിനിറ്റോളം രണ്ടും കുതിർത്ത ശേഷം ഞാൻ നേരെ അത് നമ്മുടെ പ്രഷർ കുക്കറിനകത്തേക്ക് ഇടാണ്. പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. മറ്റേത് ഒരുപാട് ടൈം എടുക്കും. രണ്ടും ചേർത്ത് കൊടുത്തു. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ കാണുന്നത് ഇലക്ട്രിക് കുക്കറിൻ്റെ ആ ഉള്ളിലുള്ള വെസലാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്താൽ പരിപ്പ് അങ്ങനെ തിളച്ച് പുറത്തേക്ക് പോവില്ല. നല്ലൊരു മണവും കിട്ടും. മാത്രമല്ല ഒരു ഗ്ലേസിങ്ങും കിട്ടും ഇതിലെ ഇൻഗ്രീഡിയൻസിന്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അരിയും പരിപ്പും കൂടെ 2 കപ്പ് ഉണ്ട്. അതിൻ്റെ 3 ഇരട്ടി, അതായത് 6 കപ്പ് വെള്ളം പ്ലസ് എക്സ്ട്രാ 1 കപ്പ് വെള്ളം, ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോവും. അതുകൊണ്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി കുറച്ചു നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഞാൻ ഈ വെസൽ അതേപടി ഇലക്ട്രിക് കുക്കറിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് പൊങ്കലിന് വേണ്ടിയിട്ട്. ഞാൻ അതാണ് പ്രസ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ കുക്കർ ആണെങ്കിൽ അതിലൊരു 3 മുതൽ 4 വിസിൽ വരെ കളഞ്ഞാൽ മതിയാവും. ഇതായപ്പം കുക്കിംഗ് കഴിഞ്ഞ് പ്രഷറൊക്കെ റിലീസായതിനു ശേഷം തുറന്നപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. മാത്രമല്ല എക്സ്ട്രാ കുറച്ച് മോയ്സ്ചർ അതിലുണ്ട് താനും. അതിന് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് വെള്ളം എക്സ്ട്രാ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം അങ്ങോട്ട് മാഷ് ആക്കരുത്. ഇനി അടുത്ത നമ്മൾ ഇതിലേക്ക് വേണ്ട താളിപ്പ് നോക്കാം. താളിപ്പാണ് ഇതിനെ പൊങ്കലിനെ ഇത്രയും രുചികരമാക്കുന്നത്. താളിപ്പിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. 2 മുതൽ 3 ടീസ്പൂൺ വരെ എടുക്കാം, വട്ടത്തിൽ അരിഞ്ഞിട്ടാണെങ്കിൽ. ഇല്ലെങ്കിൽ നീളത്തിൽ കീറിയിട്ട് നല്ല എരിവുള്ള 2 പച്ചമുളക് എടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, ഒരു 5 ഗ്രാം, 1 ടീസ്പൂൺ. പിന്നെ എടുത്തിട്ടുള്ളത് ജീരകമാണ്, 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുഴുവൻ കുരുമുളക്, അത് ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കറി ലീവ്സ് ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. കായം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാഷ്യൂസ് ആണ് കേട്ടോ. ഒരു 10-15 എടുത്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തത്. താളിക്കാൻ വേണ്ടി നെയ്യാണ് ഞാൻ എടുക്കുന്നത്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ 1/3 ഭാഗം നെയ്യ് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. നെയ്യ് പൊങ്കലിന് കൊടുക്കുന്ന അരോമ പോലെ വേറൊരു ഓയിൽ യൂസ് ചെയ്യുമ്പോഴും ഞാൻ കണ്ടിട്ടില്ല. 2 രീതിയിലും വെച്ച് നോക്കണം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിനാണ് കുറച്ചൊരു ബ്രൗൺ ആവാൻ കുറച്ചൊരു ടൈം എടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത് അത് വറുത്ത് കിട്ടാനുള്ള ടൈം അനുസരിച്ചാണ്. ആദ്യം കാഷ്യൂ നട്ട്സ്, ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും പച്ചമുളകുമാണ്. അതും ചേർത്ത് ഒരു 10-12 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം.
ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവുന്ന ആ മണം വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുരുമുളകും ജീരകവും ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനിടയ്ക്കൊക്കെ നമ്മൾ സോട്ടേ ചെയ്ത് കൊടുക്കുന്നത് സെക്കൻഡ്സ് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. ജീരകവും കുരുമുളകും ചേർത്ത് ജീരകത്തിൻ്റെ മണം ഒന്ന് ചെറുതായി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായത്തിൻ്റെ പൊടിയും കറിവേപ്പിലയാണ്. അതിനാണ് ഏറ്റവും കുറവ് സോട്ടേയിങ് വേണ്ട ആവശ്യമുള്ളത്. ഇപ്പോൾ കായത്തിൻ്റെയും കറിവേപ്പിലയുടെയും മണവും കൂടി നന്നായിട്ട് ഉയർന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്കൊന്നും ചേർക്കാനില്ല. ഇനി ഈ താളിപ്പ് നേരെ നമ്മൾ വേവിച്ച് വെച്ച പൊങ്കലിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. പൊങ്കലല്ല, അരിയും പരിപ്പും വേവിച്ച് വെച്ചതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒന്ന് ജെന്റ്ലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെൺപൊങ്കൽ ഇപ്പോൾ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും. നമ്മുടെ ചാനലിൽ തമിഴ്നാട്ടിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.